നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ദേവനും രവിയും ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ രവി ദേവനോട് പറഞ്ഞു, സാർ, എനിക്ക് വീട്ടിൽ പോകണം. 2 ദിവസം കഴിഞ്ഞേ വരൂ. ഇപ്പം നീ വീട്ടിൽ പോകുന്നത് എന്തിനാ? ദേവൻ ചോദിച്ചു. എൻ്റെ വീട്ടുകാരെ കാണാൻ, രവി പറഞ്ഞു. ആവശ്യമില്ലാതെ ലീവൊന്നും കിട്ടില്ല. വെറുതെ കാണാനല്ലേ, വീഡിയോ കോൾ ചെയ്താൽ മതി, ദേവൻ പറഞ്ഞു. അത് പറ്റില്ല സാർ. ഞാൻ കഴിഞ്ഞ മാസം 2 ലീവ് എടുത്തതാ. പിന്നെ ഇതുവരെ ഒരു ലീവ് പോലും എടുത്തിട്ടില്ല. എല്ലാ സ്റ്റാഫിനും സൺഡേയെങ്കിലും ലീവുണ്ട്. എനിക്കതുമില്ല. ജോലിക്ക് കയറുമ്പോൾ ഹേമ മാഡം മാസത്തിൽ 4 ലീവ് അനുവദിച്ചതായിരുന്നു. ഇപ്പം അതൊന്നുമില്ല, രവി പറഞ്ഞു. എല്ലാവരും എൻ്റെ വീട്ടിലല്ല ഉണ്ടുറങ്ങി കഴിയുന്നത്. ആഴ്ചയിൽ 1 ദിവസം എല്ലാ സ്ഥാപനങ്ങളിലും ഉള്ളതാ ലീവ്. അതാ അവരെടുക്കുന്നത്, ദേവൻ പറഞ്ഞു. സാർ, ഞാൻ സാറിൻ്റെ വീട്ടിൽ നിന്ന് കഴിക്കുന്നതിൻ്റെ കണക്ക് പറയുകയാണോ? അപ്പം ഞാൻ സാറിൻ്റെ വീട്ടിൽ ഉണ്ടുറങ്ങി കഴിയുന്നതിനുള്ള പണിഷ്മെൻ്റ് ആണല്ലേ എനിക്ക് ലീവ് തരാത്തത്, രവി ചോദിച്ചു. എടാ, എല്ലാ സൗകര്യങ്ങളോടും കൂടി ഒരു പണിയും ചെയ്യാതെ വെറുതെ പുറകെ നടക്കുന്നതിന് സാലറി വാങ്ങിക്കുന്ന ഒരേ ഒരാൾ നീ മാത്രമേ ഉണ്ടാകൂ. എന്നിട്ട് നിനക്കതിനുള്ള നന്ദിയുണ്ടോ? നിനക്ക് ലീവ് തരാത്തതിന് നീ കണക്ക് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇടയ്ക്ക് ഞാൻ നിനക്ക് വേണ്ടി ചെലവാക്കുന്നതിൻ്റെ കണക്കോർക്കുന്നത് കൂടി നല്ലതായിരിക്കും, ദേവൻ പറഞ്ഞു. സാറപ്പോൾ എനിക്ക് വേണ്ടി ചെലവാക്കുന്നതിൻ്റെ കണക്കോർത്ത് വെച്ചിരിക്കുകയാണല്ലേ, രവി ചോദിച്ചു. എടാ, ഞാൻ ചെയ്യുന്നത് ബിസിനസ്സാ. എൻ്റെ കയ്യിൽ നിന്ന് 1 രൂപ ചെലവാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ വരെ കണക്ക് ഞാൻ നോക്കും. അത് നിനക്ക് വേണ്ടിയാണെങ്കിലും മറ്റാർക്ക് വേണ്ടിയാണെങ്കിലും, ദേവൻ പറഞ്ഞു. എങ്കിലിനി സാറിന് എൻ്റെ കണക്ക് ബുക്കിൽ പേജുകളുടെ എണ്ണം കുറവേ ആവശ്യം വരൂ, രവി പറഞ്ഞു. അതെന്താ, നീ വ്രതം തുടങ്ങുകയാണോ? ദേവൻ ചോദിച്ചു. അതെന്തിനാ ഞാൻ സാറിനോട് പറയുന്നത്? സാറ് എനിക്ക് വേണ്ടി ചെലവാക്കുന്നതിൻ്റെ കണക്ക് പറഞ്ഞില്ലേ, രവി പറഞ്ഞു. അപ്പോഴേക്കും അവർ ഓഫീസിലെത്തി. കാർ നിർത്തി ദേവൻ ഇറങ്ങി ഓഫീസിലേക്ക് കയറി പോകുമ്പോൾ കൂടെ രവി വരാത്തത് കണ്ട് ദേവൻ തിരിഞ്ഞു നോക്കി. ഞാൻ വരുന്നില്ല, സാർ പോയിക്കോ. സാറിൻ്റെ ക്യാബിനിലെ AC ചെലവിൻ്റെ കണക്ക് കൂടി എൻ്റെ കണക്ക് ബുക്കിൽ ഉണ്ടോ എന്നറിയില്ലല്ലോ, രവി പറഞ്ഞു. ദേവൻ അപ്പോൾ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവിടുന്ന് ഓഫീസിലേക്ക് കയറിപ്പോയി. ഓഫീസിലെത്തി ദേവൻ രാജീവിനെ ക്യാബിനിലേക്ക് വിളിച്ചു. രാജീവ് ദേവൻ്റെ ക്യാബിനിലെത്തി ഇരുന്നപ്പോൾ ദേവൻ പറഞ്ഞു, ഗൗരി ചെയ്തുകൊണ്ടിരുന്ന വർക്ക് ഒരുപാട് പെൻഡിങ് ഉണ്ടോ രാജീവ്? പെൻഡിങ് ഒന്നുമില്ല സർ, അത് ദീപചേച്ചി ചെയ്യുന്നുണ്ട്, രാജീവ് പറഞ്ഞു. എന്തിനാ അങ്ങനെ ചെയ്തത്? മറ്റാരെങ്കിലും കൊണ്ട് ചെയ്യിക്കാമായിരുന്നില്ലേ രാജീവ്, ദേവൻ ചോദിച്ചു. അത് ഗൗരി ലാസ്റ്റ് വന്ന അന്ന് അവളുടെ മൈൻഡ് ശരിയായിരുന്നില്ല. അതുകൊണ്ട് ദീപചേച്ചി അവളോട് പറഞ്ഞിരുന്നു ഓക്കെ ആയിട്ട് വന്നാൽ മതിയെന്ന്. ഗൗരി വീണ്ടും വന്നു തുടങ്ങുന്നത് വരെ കോശി സാർ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നതാ. എന്നാൽ അവളുടെ വർക്കിൽ പെൻഡിങ് വന്ന് ആർക്കും ബുദ്ധിമുട്ടുണ്ടാകേണ്ടെന്ന് കരുതി ദീപചേച്ചി സ്വയം ചെയ്യുന്നതാ, ഞാൻ പറഞ്ഞിട്ടല്ല, രാജീവ് പറഞ്ഞു. ഒരുപാട് വർക്കുണ്ടെങ്കിൽ മറ്റാരെങ്കിലും കൊണ്ട് ചെയ്യിച്ചാൽ മതി രാജീവ്, ദേവൻ പറഞ്ഞു. അധികം വർക്കൊന്നുമില്ല സർ, ദീപചേച്ചിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലെന്നാ പറഞ്ഞത്, രാജീവ് പറഞ്ഞു. ആ സമയത്ത് ദേവൻ്റെ ഫോണിലേക്ക് രവിയുടെ കോൾ വന്നു. 1 മിനിറ്റ് രാജീവ് എന്ന് പറഞ്ഞ് ദേവൻ കോൾ എടുത്തു. സാർ, രാമേട്ടൻ വിളിച്ചിരുന്നു. ഗൗരി തല ചുറ്റി വീണുവെന്ന്. അവൾക്കെന്ത് പറ്റി? ദേവൻ ചോദിച്ചു. അറിയില്ല സാർ, ഞാൻ പോയി നോക്കിയിട്ട് വരാം. സാറിന് മറ്റെവിടെയും പോകാനില്ലല്ലോ, രവി ചോദിച്ചു. ഇല്ല, നീ അവളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിക്കോ, ദേവൻ പറഞ്ഞു. പോയി നോക്കട്ടെ, ആവശ്യമുണ്ടെങ്കിൽ കൊണ്ടുപോകാം സാർ, രവി പറഞ്ഞു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോ, എന്നിട്ട് വിളിക്ക്, ദേവൻ ദേഷ്യത്തോടെ രവിയോട് പറഞ്ഞു. ശരി സാർ എന്ന് പറഞ്ഞ് രവി കോൾ കട്ട് ചെയ്തു. ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ സാർ, രാജീവ് ചോദിച്ചു. ഏയ്, ഒന്നുമില്ല. ശരി രാജീവ്, മറ്റൊന്നുമില്ല. പിന്നെ ഹോസ്പിറ്റൽ വർക്കിൻ്റെ എഗ്രിമെൻ്റ് ഉടനെ ഉണ്ടാക്കണം, ദേവൻ പറഞ്ഞു. ആ എഗ്രിമെൻ്റ് കോശി സാർ ചെയ്യാന്നാ പറഞ്ഞിരിക്കുന്നത്, രാജീവ് പറഞ്ഞു. ശരി, പോയിക്കോ, ദേവൻ പറഞ്ഞു. അപ്പോൾ രാജീവ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ദേവന് ഗൗരിയുടെ കാര്യമറിയാതെ ഒരു സ്വസ്ഥതയും ഉണ്ടായിരുന്നില്ല. ദേവൻ കുറച്ചു കഴിഞ്ഞ് രവിയെ വിളിച്ചു നോക്കി. നീ എവിടെയാ? രവി കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ ദേവൻ ചോദിച്ചു. ഞാൻ വീട്ടിലുണ്ട് സാർ, ഓഫീസിലേക്ക് വരാൻ തുടങ്ങായിരുന്നു. കുഴപ്പമൊന്നുമില്ല. ഹോസ്പിറ്റലിൽ പോകേണ്ടെന്നാ ഗൗരി പറയുന്നത്, രവി പറഞ്ഞു. അവൾ പറയുന്നതല്ലേ, നീ ഹോസ്പിറ്റലിൽ കൊണ്ടുപോ. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പിന്നെ അതിന് ഉത്തരം പറയേണ്ടി വരുന്നത് ഞാനായിരിക്കും. ചെന്നിട്ട് വിളിക്ക്, ദേവൻ പറഞ്ഞു. ശരി സാർ എന്ന് പറഞ്ഞ് രവി കോൾ കട്ട് ചെയ്തു. എന്നിട്ട് ഗൗരിയുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു. സാറ് ഹോസ്പിറ്റലിൽ പോകണമെന്നാ പറയുന്നത്, നീ വാ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരുന്നില്ല, ഗൗരി പറഞ്ഞു. നിനക്ക് ഇവിടുന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് സാറിന് ബുദ്ധിമുട്ടാ.
അതുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്നാ സാറ് പറയുന്നത്, രവി പറഞ്ഞു. എനിക്കിവിടുന്ന് ഒന്നും സംഭവിക്കില്ല. എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ചോദിച്ചു വരാനും ആരുമില്ല. അതുകൊണ്ട് അയാളോട് പേടിക്കാതിരുന്നോളാൻ പറഞ്ഞേക്ക്, ഗൗരി പറഞ്ഞു. മോള് രവിയുടെ കൂടെ ചെല്ല്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെക്കപ്പ് നടത്തി അറിയാലോ, രാമേട്ടൻ പറഞ്ഞു. അവൾ മനസ്സില്ലാ മനസ്സോടെ രവിയുടെ കൂടെ ചെന്നു. ദേവൻ കുറച്ചു കഴിഞ്ഞപ്പോൾ രവിയെ ഒന്നുകൂടെ വിളിച്ചു നോക്കി. സാർ, ഹോസ്പിറ്റലിൽ പോയി, ഡോക്ടറെ കണ്ടു, കുഴപ്പമൊന്നുമില്ല. അവൾക്ക് എന്തൊക്കെയോ വാങ്ങിക്കാനുണ്ടെന്ന് പറഞ്ഞ് ടൗണിലേക്ക് വന്നിരിക്കുക. ഇപ്പോൾ ടൗണിലുള്ള ഒരു ഷോപ്പിൻ്റെ മുന്നിൽ നിൽക്കുക. അത് കഴിഞ്ഞ് അവളെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ട് ഓഫീസിലേക്ക് വരാം, രവി പറഞ്ഞു. ദേവൻ അപ്പോൾ ദേഷ്യത്തോടെ കോൾ കട്ട് ചെയ്തു. കുറച്ചു സമയത്തിന് ശേഷം രവി ഗൗരിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് അവളെ വീട്ടിലാക്കി ഓഫീസിലേക്ക് തന്നെ തിരികെ പോയി. നീ ഹോസ്പിറ്റലിൽ പോയിട്ട് വിളിക്കാന്ന് പറഞ്ഞിട്ടെന്താ വിളിച്ചില്ല, ദേവൻ രവി വന്നപ്പോൾ ചോദിച്ചു. ഹോസ്പിറ്റലിൽ അവളുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും ഒറ്റയ്ക്ക് ഞാനല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഓരോ കാര്യങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി തന്നെ മതിയായി. പിന്നെ എങ്ങനെ വിളിക്കാനാ, രവി പറഞ്ഞു. പുറത്തിറങ്ങിയപ്പോൾ വിളിക്കായിരുന്നില്ലേ നിനക്ക്, ദേവൻ ചോദിച്ചു. പുറത്തിറങ്ങിയപ്പോൾ അവൾ കടയിൽ നിന്ന് എന്തൊക്കെയോ വാങ്ങിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പം നേരെ ടൗണിലേക്ക് പോയി. അവിടെ എത്തിയപ്പോഴാ സാറ് വിളിച്ചത്, രവി പറഞ്ഞു. എന്താ അവൾക്ക്, ദേവൻ ചോദിച്ചു. അത് അന്ന് ആക്സിഡൻ്റ് ആയപ്പോൾ തലയിടിച്ച് വീണിരുന്നല്ലോ, അതിൻ്റെ എന്തെങ്കിലും ആവുമെന്നാ പറഞ്ഞത്. കൂടുതൽ അറിയണമെങ്കിൽ തല സ്കാൻ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു, രവി പറഞ്ഞു. എന്നിട്ട് നോക്കാതിരുന്നതെന്താ, ദേവൻ ചോദിച്ചു. അവൾക്ക് കുഴപ്പമൊന്നുമില്ല, നോക്കണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാ, രവി പറഞ്ഞു. ഞാൻ നിന്നോട് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞത് അവളെ കൂട്ടി ടൗണിൽ കറങ്ങിയിട്ട് വരാനല്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ഡോക്ടർ പറയുന്നത് പോലെ ചെയ്യണം, ദേവൻ ദേഷ്യത്തോടെ പറഞ്ഞു. സാർ, പതുക്കെ, ആരെങ്കിലും കേൾക്കും, രവി പറഞ്ഞു. ദേവൻ അപ്പോൾ ദേഷ്യത്തോടെ രവിയെ നോക്കിയ ശേഷം അവൻ്റെ വർക്ക് ചെയ്യാൻ തുടങ്ങി. വൈകുന്നേരം ഓഫീസിൽ നിന്ന് വീട്ടിലെത്തി ദേവൻ ഡോർ തുറന്നതും വീടിനുള്ളിൽ ആകെ കുന്തിരിക്കത്തിൻ്റെ പുകയും മണവും നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ ആ മണം ആസ്വദിച്ച് കുറച്ചു നേരം അവിടെ നിന്നു. കാർ നിർത്തി രവി പുറകെ കയറി വന്നു. ദേവൻ ഡോറിനടുത്ത് തന്നെ നിൽക്കുന്നത് കണ്ട് രവി ഒന്നമ്പരന്നു. എന്നിട്ട് അകത്തേക്ക് കയറി വന്നപ്പോൾ കുന്തിരിക്കത്തിൻ്റെ മണം ശ്വസിച്ച് അവനും അവിടെ നിന്നു. എന്നിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ദേവനെ നോക്കി പറഞ്ഞു. പെൺകുട്ടികൾ വീടിൻ്റെ ഐശ്വര്യമാണെന്ന് പറയുന്നത് ഇതുകൊണ്ടാണല്ലേ സാർ? ഇങ്ങനെ ഒരു പൂജാ റൂം ഇവിടെ ഉണ്ടെന്ന് നമ്മൾ തന്നെ മറന്നുപോയിരിക്കുകയായിരുന്നു അല്ലേ സാർ, രവി ചോദിച്ചു. അപ്പോൾ ഗൗരി നിലവിളക്ക് കയ്യിൽ പിടിച്ച് പൂജാമുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു. ആ തിരുനാളത്തിൻ്റെ വെട്ടത്തിൽ വെളുത്തു സുന്ദരമായ അവളുടെ മുഖം സ്വർണ്ണകാന്തി പോൽ പ്രകാശിക്കുന്നത് കണ്ട് ദേവൻ്റെ ഉള്ളിൽ വല്ലാതൊരനുഭൂതി ഉണ്ടായി. അവൻ കണ്ണിമ വെട്ടാതെ അവളെ തന്നെ നോക്കി കുറച്ചുനേരം അങ്ങനെ നിന്നു. അവൾക്ക് മുന്നിൽ ദേവനെ കണ്ട് അവൾ ഒന്ന് ഭയന്നു. സന്ധ്യാനേരത്ത് അവൾ വിളക്ക് വെച്ചതിന് അവളെ വഴക്കു പറയുമോ എന്ന് വിചാരിച്ച് അവിടെ നിന്നു. അപ്പോൾ രവി ഒരു സൈഡിലേക്ക് മാറി നിന്ന് പറഞ്ഞു. സാർ, മാറി നിൽക്കൂ, ദീപം പുറത്തേക്ക് കാണിച്ചോട്ടെ. എന്നാൽ ദേവൻ രവി പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവൻ സ്വർണ്ണകാന്തി പോൽ തിളങ്ങുന്ന ഗൗരിയുടെ ആ സൗന്ദര്യത്തിൽ ലയിച്ച് അങ്ങനെ നിൽക്കുകയായിരുന്നു. സാർ, രവി ഒന്നുകൂടെ വിളിച്ചു. ഒരു ഞെട്ടലോടെ ദേവൻ ഗൗരിയിൽ നിന്ന് നോട്ടം മാറ്റി രവിയെ നോക്കി. സാർ, വിളക്ക് പുറത്തേക്ക് കാണിച്ചോട്ടെ, രവി പറഞ്ഞു. ദേവൻ അപ്പോൾ ഒരു സൈഡിലേക്ക് മാറി നിന്നു. അവൾ ആ നിലവിളക്ക് കൊണ്ട് പുറത്തേക്ക് പോകാനായി നടന്ന് അവൻ്റെ അടുത്തെത്തിയപ്പോൾ അവളെ ഒളിക്കണ്ണിട്ട് അവൻ ഒന്നുകൂടെ നോക്കി. എന്നാൽ അവൾ അവനെ ശ്രദ്ധിക്കാതെ കടന്നുപോയി. അപ്പോൾ ദേവൻ അവിടുന്ന് അവൻ്റെ റൂമിലേക്ക് പോകാനായി സ്റ്റെയർ കേസ് കയറാൻ തുടങ്ങിയപ്പോൾ അവിടെ തന്നെ നിന്ന് ഒന്ന് തിരിഞ്ഞു നോക്കി. രവി ഒരു പുഞ്ചിരിയോടെ ഗൗരിയെ നോക്കി നിൽക്കുന്നത് കണ്ട് രവിക്ക് നേരെ ദേവന് ദേഷ്യം തോന്നി. അവൻ ദേഷ്യത്തോടെ സ്റ്റെയർ കേസ് കയറിപ്പോയി. റൂമിൻ്റെ ഡോർ തുറന്ന് ദേവൻ അകത്ത് കടന്ന് ഡോർ അടച്ച് കയ്യിലുണ്ടായിരുന്ന ലാപ്ടോപ്പിൻ്റെ ബാഗ് ബെഡിലേക്കിട്ടു. എന്നിട്ട് ദേഷ്യത്തോടെ പോയി ബെഡിൽ ചാരിയിരുന്ന് കണ്ണുകൾ അടച്ചു. ഗൗരിയുടെ തിളങ്ങുന്ന മുഖം അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. അവൻ ഒരു പുഞ്ചിരിയോടെ മെല്ലെ കണ്ണുകൾ തുറന്ന് എവിടേക്കെന്നറിയാതെ അങ്ങനെ നോക്കിയിരുന്നു.